ശബരിമലയിൽ ചിങ്ങമാസ പൂജകൾ തുടരുകയാണ്. ആയിരങ്ങളാണ് ഇക്കാലയളവിൽ പ്രത്യേക പൂജകൾ കണ്ട് തൊഴുതത്. ഈ മാസം 21 വരെയാണ് ചിങ്ങമാസ പൂജകൾ നടക്കുന്നത്. വിവരങ്ങളുമായി ഗോകുൽ രമേശാണ് സന്നിധാനത്ത് നിന്ന് ചേരുന്നത്. ഗോകുൽ, സ്വാമി ശരണം. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ നല്ല തിരക്കാണ് സന്നിധാനത്ത്, യാതൊരു സംശയവുമില്ല. എനിക്ക് തോന്നുന്നു കാലാവസ്ഥ എല്ലാം അനുകൂലമാണ്. എങ്ങനെയാണ് ഇന്ന് സന്നിധാനത്തെ വിശേഷങ്ങൾ? രാഖി, രഞ്ജിത്ത്, നമസ്തേ. സ്വാമി ശരണം. ശബരിമലയിൽ ചിങ്ങമാസ പൂജകൾ അങ്ങനെ പുരോഗമിക്കുകയാണ്. വളരെ സുഗമമായി തന്നെ ദർശനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് കാലാവസ്ഥയുടെയോ അല്ലെങ്കിൽ മറ്റൊരു പ്രതികൂല അവസ്ഥയോ ഒന്നും തന്നെ ഇല്ല. വരുന്ന എല്ലാ തീർത്ഥാടകർക്കും സുഗമമായിട്ട് അയ്യപ്പനെ ദർശിച്ച് മലയിറങ്ങുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അധികം ഒരു തിരക്കിലേക്ക് സന്നിധാനം പോയിട്ടില്ല എന്നുള്ളതാണ്. നിലവിൽ ഈ 18-ാം പടിക്ക് മുകളിൽ ഫ്ലൈ ഓവറിൽ ഉള്ള തിരക്ക് മാത്രമാണ്. അതിന് താഴേക്ക് നടപ്പന്തലൊക്കെ തന്നെ പൂർണ്ണമായിട്ടും ഒഴിഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ അധിക സമയങ്ങളൊന്നും വരി നിൽക്കേണ്ടതായിട്ടുള്ള സാഹചര്യം തീർത്ഥാടകർക്ക് ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരം തന്നെയാണ്. എന്തായാലും ഇന്നിപ്പോൾ ചിങ്ങം 2-ാം ദിവസത്തെ പൂജകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഉഷപൂജ നടക്കും ശ്രീകോവിലിനുള്ളിൽ. അതിനുശേഷം നെയ്യഭിഷേകം തുടരുകയും ചെയ്യുന്നുണ്ടാവും. ഒപ്പം ഇന്ന് കലശാഭിഷേകം അടക്കമുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളുണ്ട്. കലശാഭിഷേകം, വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം പടിപൂജ പോലെയുള്ള ചടങ്ങുകൾ കൂടി ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പ്രത്യേക പൂജകളുടെ ഭാഗമായിട്ട് നടക്കുകയും ചെയ്യും. ശബരിമലയിൽ ഇന്ന് മുതലാണ് അന്ന് തരുൺമൂർത്തി ചിത്രമായിട്ടുള്ള അതിമനോഹരത്തിൻ്റെ ഷൂട്ടിംഗ് നേരത്തെ പദ്ധതി ഇട്ടിരുന്നത്. പക്ഷേ ഇന്നലെ പെരിയാർ ടൈഗർ റിസർവ് അനുമതി നൽകാത്തത് മൂലം ഇന്നത്തെ ഷൂട്ടിംഗ് ശബരിമലയിൽ മുടങ്ങിയിരിക്കുകയാണ്. ഇന്ന് മുതൽ അത് നടക്കില്ല. പകരം പമ്പ മേഖലയിൽ ഇന്ന് ആ സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടാകുമെന്നുള്ളതാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത്. പമ്പയിൽ അവർക്ക് റാന്നി വനം ഡിവിഷൻ്റെ മേഖലയാണ് ആ ഭാഗം. അവിടെ അവർക്ക് അനുമതി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങളെത്തി അവിടെ ഷൂട്ടിംഗ് നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും സന്നിധാനത്തും പ്രദേശത്തും ക്ഷേത്ര പരിസരത്ത് ഷൂട്ടിംഗ് നടത്തുവാൻ വേണ്ടിയിട്ട് അവർക്ക് അനുമതി ലഭിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടിയിട്ടുണ്ട്. ഒപ്പം ഈ ചിങ്ങമാസ വേളയിലാണ് നിർണായകമായിട്ടുള്ള പല കാര്യങ്ങളും ശബരിമലയിൽ നടന്നത്. അതായത് തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തൻ ശബരിമലയുടെ തന്ത്രിയായിട്ട് നിയോഗമേറ്റെടുത്തത് ഇന്നലെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ്, കാർമ്മികത്വത്തിലാണ് പ്രധാന പൂജകളൊക്കെ ശബരിമലയിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. മുൻ തന്ത്രി കണ്ഠര് രാജീവരുടെ മകനാണ് കണ്ഠര് ബ്രഹ്മദത്തൻ. എന്തായാലും അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വം ഈ ചിങ്ങമാസ പൂജകൾ മുതൽ ആരംഭിച്ചിരിക്കുന്നു. 21-ാം തീയതി വരെയാണ് ചിങ്ങമാസ പൂജകൾ ശബരിമലയിൽ നടക്കുന്നുണ്ടാവുക. 21-ാം തീയതി രാത്രി ഹരിവരാസനം പാടി 10 മണിക്ക് നട അടയ്ക്കുന്നതോടുകൂടി ചിങ്ങമാസ പൂജകൾ സമാപിക്കും. പക്ഷേ അതിനുശേഷം 2 ദിവസങ്ങൾക്ക് ശേഷം 24-ാം തീയതി വൈകിട്ട് വീണ്ടും ശബരിമല ക്ഷേത്രനട തുറക്കുകയാണ്. അത് ഓണവുമായി ബന്ധപ്പെട്ട പൂജകൾക്ക് വേണ്ടിയിട്ടാണ്. ഓണ ദിവസങ്ങളിലും ശബരീശനെ കണ്ടു തൊഴുവാനായിട്ട് അയ്യപ്പ ഭക്തർക്ക് വലിയ അവസരമുണ്ട്. 24-ാം തീയതി തുറക്കുന്ന നട 28-ാം തീയതി വരെ തുറന്നിരിക്കുന്നുണ്ടാവും. 28-നാണ് ഓണപൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്ര നട അടയ്ക്കുന്നത്. അങ്ങനെ 9 ദിവസത്തോളം ഈ ചിങ്ങമാസ കാലയളവിൽ അയ്യപ്പനെ കണ്ടു തൊഴുവാനായിട്ട് ഭക്തർക്ക് അവസരമുണ്ട് എന്നുള്ളതാണ് അവസരമുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ വൃശ്ചിക മാസത്തിന് ഇനി ഏകദേശം 2 മാസം 3 മാസങ്ങൾ കൂടി മാത്രമാണ് അവശേഷിക്കുന്നത്. വൃശ്ചിക മാസത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വിവിധഘട്ട അവലോകന യോഗങ്ങളും അതോടൊപ്പം തന്നെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഒക്കെ ശബരിമലയിൽ ചിങ്ങമാസത്തോടു കൂടി തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നലെ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ നമ്മളോട് ഔദ്യോഗികമായിട്ട് അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. അങ്ങനെ എന്തായാലും ശബരിമല തീർത്തും ഒരു മണ്ഡലകാലത്തെ വരവേൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ചിങ്ങമാസത്തിൻ്റെതായിട്ടുള്ള ഒരു ഉണർവും ഉന്മേഷവും ഒക്കെ ശബരിമലയിലുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള തീർത്ഥാടകർ കൂടുതലായിട്ടൊക്കെ എത്തുന്ന മാസങ്ങളാണ് കർക്കിടക മാസവും ചിങ്ങമാസവും ഒക്കെ തന്നെ മറ്റ് മാസങ്ങളൊക്കെ അപേക്ഷിച്ച്. എന്തായാലും അങ്ങനെ തന്നെയാണ് നമുക്ക് കാണുവാനായിട്ടും സാധിക്കുന്നത്. ഒപ്പം ഇതര സംസ്ഥാന തീർത്ഥാടകരും ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ രാവിലത്തെ ആദ്യ മണിക്കൂറുകളിൽ വലിയൊരു തിരക്കിലേക്ക് സന്നിധാനം മാറിയിട്ടില്ല. എന്തായാലും പ്രത്യേക പൂജകളൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടു തൊഴുത് ഈ 2 ദിവസങ്ങളിലായിട്ട് ആയിരങ്ങൾ ദർശനം നടത്തി ഇതിനോടകം തന്നെ മടങ്ങിപ്പോവുകയും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വളരെ സുഗമമായിട്ട് തീർത്ഥാടനം അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.